നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം ഏകദേശം 11 മണിയോളമായി. ഞാൻ അമ്മയാണ്, അതുപോലെ PSC ആസ്പിരൻ്റാണ്. ഞാൻ കുറേ എക്സാംസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഡിസംബറിൽ വിളിക്കാൻ പോകുന്ന കുറേ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ SBCID എന്ന് പറഞ്ഞ് ഓൾറെഡി അപ്ലൈ ചെയ്ത ഒരു നോട്ടിഫിക്കേഷനും. സോ എനിക്ക് ഏകദേശം 11 മണിയായപ്പോഴാണ് പഠിക്കാൻ ഇരിക്കാൻ പറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളെങ്കിൽ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ നന്നായിട്ട് തന്നെ പഠിക്കുക. ഞാൻ ആദ്യം നോക്കുന്നത് വൊക്കാബ്സ്പീഡിയ എന്ന് പറഞ്ഞ ഒരു ടെലഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത കുറച്ച് കറണ്ട് അഫയേഴ്സാണ്. അത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തു. അതിനുശേഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുഞ്ഞിന് ഉറങ്ങണം എന്ന് പറഞ്ഞത്. പിന്നെ അവളെ ഉറക്കാനൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം എനിക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ 14-ാം തീയതി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റു. ഒരു 3:30 ആയപ്പോൾ എഴുന്നേറ്റായിരുന്നു. 4 പഠിക്കാനായിട്ട് ഇരുന്നത്. സോ ഇത്രയും ദിവസവും ഞാൻ രാത്രിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം രാവിലെ ഒന്ന് പഠിച്ച് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്ന് നോക്കാമെന്നോർത്താണ് രാവിലെ ഇനി ഒരാഴ്ച നോക്കാമെന്നോർത്ത് ഏതാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ 4 തൊട്ട് 7 വരെ എനിക്ക് പഠിക്കാം. 7 മണി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അടുക്കളയിലെ പരിപാടീസൊക്കെ ഉണ്ട്. സോ ആ ഒരു സമയം എങ്ങനെ ചിലവഴിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെക്കുവാണ്. കാരണം ആ ഒരു 1 അവർ ഓരോ അവറും എന്ത് പഠിക്കണം എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ കുറേ ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകും. എഴുതി വെച്ചാൽ പോലും ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകും. അതല്ല, പക്ഷേ നമ്മൾ എഴുതി വെക്കുവാണെങ്കിൽ ഓക്കെ എനിക്ക് ഇന്ന സമയത്തിനുള്ളിൽ തീർക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു പേപ്പർ എടുത്ത് തൊട്ടടുത്ത് വെക്കും. എനിക്ക് ഡിസ്ട്രാക്ഷൻസ് വരുന്ന സമയത്ത് ഞാൻ എന്ത് തോട്ടാണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഡിസ്ട്രാക്ഷൻ, പെട്ടെന്നൊരു തോട്ടായിരിക്കുമല്ലോ നമ്മുടെ മൈൻഡിൽ വരുന്നത്. അപ്പോൾ അതങ്ങ് എഴുതി വെക്കും. എന്നിട്ട് എന്നോട് തന്നെ പറയും ഓക്കെ ഇതിനെപ്പറ്റി നമുക്ക് പിന്നീട് 7 മണിക്ക് ശേഷം ചിന്തിക്കാം, ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് റീഫോക്കസ് ചെയ്ത് ഞാൻ ഇതിലേക്ക് വരും. ഇന്ന് ഞാൻ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന 2 ഏരിയാസാണ്. ഒന്ന് കെമിസ്ട്രിയും, പിന്നെ നോക്കുന്നത് കേരളം ഭരണം സംവിധാനം എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഏരിയയാണ്. ആറ്റം ഞാൻ ഓൾറെഡി നോക്കിയിട്ടുള്ള ഏരിയയാണ്. ഇത് ആറ്റം പഠിക്കുമ്പോഴത്തേക്കും ഇതുമായിട്ട് ബേസ് ചെയ്ത 9ാം ക്ലാസ്സിലെയും പിന്നെ 11ാം ക്ലാസ്സിലെയും ആറ്റത്തിൻ്റെ ഘടന എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കണം. പിന്നെ നമ്മുടെ ഗൈഡിലെ ഞാൻ യൂസ് ചെയ്യുന്ന ലക്ഷ്യയുടെ ഗൈഡാണ്, ലക്ഷ്യ ഡിഗ്രി ലെവൽ ഗൈഡാണ്. പിന്നെ ഒരു കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഉറക്കം വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ ഞാൻ ഇടയ്ക്ക് വിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ രാത്രി പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ടാണ്. രാത്രി പെട്ടെന്ന് ഞാൻ രാവിലെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഉറക്കം കറക്റ്റായിട്ട് പോകുന്നില്ല. അതുകൂടാതെ അമ്മമാർക്ക് അറിയാമായിരിക്കും, നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് ഉറങ്ങാൻ പറ്റത്തില്ല. രാത്രിയിലല്ലാതെ തന്നെ എൻ്റെ ഉറക്കം ഇങ്ങനെ പാച്ചായിട്ടാണ് ഉറക്കം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് വിട്ട് ഇരിക്കുന്നത്. ആറ്റം എന്ന് പറഞ്ഞ ഏരിയ ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഏരിയ ആണ്. എന്നാൽ പോലും എനിക്ക് കുറച്ച് ആ ഒരു സബ്ഷെല്ലിൻ്റെ ഏരിയ അതൊക്കെ കുറച്ചൊരു ഡൗട്ടാണ്. അതാണിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വേണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട്. ഇത് കഴിഞ്ഞ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓൾറെഡി LDCയുടെ സമയത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നോട്ട്സൊക്കെ. അത് നോക്കണം. അതുകൂടാതെ PKയുടെ ക്ലാസ്സസിൻ്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കണം. അങ്ങനെയാണ് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും പഠിത്തം മുന്നോട്ട് പോകുന്നു. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെ എക്സാംസിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏത് സമയത്താണ് പഠിക്കുന്നത്, ഏതൊക്കെ എക്സാംസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, 10th ലെവലാണോ ഡിഗ്രി ആണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ. ആറ്റംസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് പഠിക്കുന്നത്, പറഞ്ഞാണ് പഠിക്കുന്നത്. പിന്നെ എഴുതിയും പഠിക്കും കേട്ടോ. കിട്ടാത്ത ഏരിയാസൊക്കെ ആണെങ്കിൽ എഴുതി പഠിക്കും. നല്ലൊരു വായിക്കോട്ട വന്നിട്ടുണ്ട് ഈ സമയത്ത്. പക്ഷേ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് നന്നായിട്ട് തന്നെ ഇരുന്ന് പഠിക്കണം. ഞാൻ നേരത്തെ ഇതിന് മുന്നേ ഒരു പ്ലാൻ ഉണ്ടാക്കിയായിരുന്നു. ആ പ്ലാൻ ഫെയിലായി. ഇപ്പോൾ 2ാമത് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഞാൻ യൂട്യൂബിൽ കാണുന്ന മറ്റ് ക്രിയേറ്റേഴ്സിനെ പോലെ ഭയങ്കര ഒരു പെർഫെക്റ്റ് ഒരു പ്രൊഡക്ടിവിറ്റി ക്വീനൊന്നുമല്ല. കാരണം ഞാൻ പ്ലാൻ ഉണ്ടാക്കും, അതിൽ കുറേയൊക്കെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റും, കുറേയൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. വീണ്ടും ഞാൻ ആ പ്ലാൻ മാറ്റും, പുതിയ പ്ലാൻ ഉണ്ടാക്കും, അതിൽ കുറേയൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ. ഒരു പെർഫെക്ഷനിസ്റ്റ് രീതിയിലുള്ള സ്റ്റഡി അല്ല എൻ്റേത്. ഉണ്ടാക്കുന്ന പ്ലാനിൻ്റെ ഒരു 80% ഒക്കെ മാത്രമേ എനിക്ക് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റാറുള്ളൂ. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഡെയിലി ഞാൻ PYQs ചെയ്യാറുണ്ട്. 10 മലയാളത്തിൻ്റെ, 10 ഇംഗ്ലീഷിൻ്റെ, 10 മാത്സിൻ്റെ വെച്ചിട്ട് PYQs ചെയ്യാറുണ്ട്. ഞാൻ PYQ ചെയ്യുന്ന ബുക്ക് എപ്പോഴും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യാറുണ്ട്. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല, പക്ഷെ നല്ല ബുക്കാണ് കേട്ടോ. ഞാൻ ലളിതം മലയാളം എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ ബുക്കാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഇംഗ്ലീഷിന് വേറൊരു ബുക്കാണ് യൂസ് ചെയ്യുന്നത്. വളരെ നല്ല ബുക്കാണ്. എനിക്ക് ഒരുപാട് എൻ്റെ മാർക്കിൽ ചേഞ്ച് വരുന്ന പോലെയും എനിക്ക് ഏതൊക്കെ ഏരിയാസാണ് നന്നായിട്ട് അറിയാൻ മേലാത്തത് ആ ഒരു ഏരിയാസ് കണ്ടുപിടിക്കാനൊക്കെ ഈ PYQ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അല്ലാതെ ഞാൻ GKയുടെ PYQs അങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടില്ല. സിലബസിൻ്റെ കുറേയെങ്കിലും എല്ലാ ഏരിയയിൽ നിന്നും കുറച്ചൊക്കെ നോക്കിക്കഴിഞ്ഞ് PYQ ചെയ്യാമെന്നാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.